Hello, good morning. Good morning. Good morning, ma'am. Sir, to reply. Hello. Good morning. Yes. Good morning. ഒരാളുള്ള അവിടുത്തെ ഗുഡ് മോർണിംഗ് പറയാൻ. Good morning, ma'am. Good morning. Good morning. Good morning. Yes. Vedani 90. Yes, let's start. So first of all, welcome all to Smart Edu Consultancy, and also welcome to your new course, Human Resource Management. Welcome all of you once again. Can you hear me? Yeah. Yes. Yes. Is there Yes, any ma'am. sound disturbances? No. No. Okay. So let's start. Before starting, as you know, this is our introduction class of human resource administration, human resource management. Okay. So before starting our classes, with your permission, I'm going to mute. Okay. From here itself, we are controlling the sound, because in between, sometimes the students, when they are joining, there will be disturbance in our classes, sound variations, echoes, like that. സോ അതുകൊണ്ട് നിങ്ങളുടെ പെർമിഷനോട് കൂടി ഒരു ഓൾ മ്യൂട്ട് ഇവിടുന്ന് കൊടുത്തിരിക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സ്മാർട്ട് ശ്രീയില്. അപ്പോൾ സ്മാർട്ട് ശ്രീയില് ഈ ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഈ ഒരു പുതിയ ഒരു എന്താ പറയാ ഒരു കോഴ്സ് പഠിക്കുക അല്ലെ, ഒരു പുതിയ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഒരു വളരെ സന്തോഷത്തോടും അല്ലെങ്കിൽ വളരെ ആങ്ഷ്യസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കോഴ്സാണ്. കംപ്ലീറ്റ് ചെയ്യണം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി വാങ്ങിക്കണം എന്ന ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും അത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് അത് എൻഡ് ചെയ്യുന്നത് വരെ അതേ ആൻസൈറ്റിയും അതേ ഈഗർനെസ്സും അതേ എന്താ പറയാ പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഇപ്പോഴേ തന്നെ നിങ്ങളോട് ആശംസിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടോ. അതായത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും ഡെയിലി ക്ലാസ്സസ് ഈവൻ അത് മുഴുവനും നമ്മൾ ഇവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ട് ക്ലാസ് എടുക്കുക. ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കയറുന്നവര് ജോയിൻ ചെയ്യുന്നവര് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ബിക്കോസ് നമുക്കറിയാം ഇപ്പൊ ഒരാൾ ഇൻ ബിറ്റ്വീനിൽ അത് ഓൺ ചെയ്താൽ, സൗണ്ട് ഓൺ ചെയ്താൽ ഞാൻ പറയുന്നത് അവിടുത്തെ സൗണ്ട് കൂടി ചേർന്ന് ഒരു എക്കോ പോലെ ഫീൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ക്ലാസ് കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്ന കാര്യം അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടില്ല. അവിടെ ഡിസ്റ്റർബൻസ് വരും. പിന്നെ നമ്മളിവിടെ മ്യൂട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ലാഗ് വന്ന് അങ്ങനെ ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു എന്താ പറയാ പ്രൊസീജിയർ പോലെ ഒരു റൂൾ പോലെ പറഞ്ഞിരിക്കുകയാണ്. ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ് എടുക്കുമ്പോൾ മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കുക.
അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും. അപ്പൊ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഹൗ ഇറ്റ് ക്യാൻ ബി ക്ലിയർ. എങ്ങനെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായ ടീച്ചറോട് എങ്ങനെ ചോദിക്കും? നമ്മളെ ഇവിടെ വായടപ്പിച്ചിരിക്കുകയല്ലേ, നിങ്ങളെ എല്ലാവരും വായടച്ച് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഓൺമ്യൂട്ട് കൊടുത്തിരുത്തിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ എങ്ങനെ അറിയും? അതിന് നമുക്ക് വഴിയുണ്ട്. എന്തിനും ഒരു സൊല്യൂഷൻ വേണമല്ലോ അല്ലെ? അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആണ് ലാസ്റ്റ് 5 or 10 minutes will be given to you. If you have any doubts, can be cleared from the teacher itself, those who are taking the classes. ഓക്കെ, അപ്പൊ ആ ടീച്ചർ ഏതാണോ ടീച്ചർ ക്ലാസ് എടുക്കുന്നത്, ആ ടീച്ചർ എടുക്കുന്ന ടോപ്പിക് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നേരം തന്നെ ആ നോട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലാസിന്റെ അവസാനം ഒരു ലാസ്റ്റ് 5 or 10 minutes ഇഫ് യു ഹാവ് ഡൗട്ട്സ് ആണ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചർ ചോദിക്കും. അപ്പൊ ലാസ്റ്റ് 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ തന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ആ ഒരു ഡൗട്ട്സ് ക്ലിയറൻസ് പാർട്ടാണ് ഒരു 5 to 10 minutes കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി യു ഹാവ് നോ ഡൗട്ട്സ്, ആ ക്ലാസ് അന്ന് തുടക്കം മുതൽ എടുത്തപ്പോൾ തുടങ്ങി ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് 5 to 10 minutes വെറുതെ ഇരുന്ന് നമ്മൾ സംസാരിക്കില്ല. നമ്മുടെ ക്ലാസ് വീണ്ടും മുന്നോട്ടേക്ക് ക്യാരി ഓൺ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ക്ലിയർ ചെയ്ത് കൊടുത്താൽ പോരെ. അതല്ലെങ്കിൽ ആ 5 to 10 minutes നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. എന്തിനാ വൈ ഷുഡ് വി വേസ്റ്റ് ടൈം? ടൈം ഈസ് സോ പ്രഷ്യസ് അല്ലെ? സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ആ സമയം കളയില്ല. നമ്മൾ ആ സമയവും പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കും. എന്നാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സമയത്ത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അത് തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഇതിന്റെ ഇൻട്രോ കേൾക്കാനാണ് വന്നിരിക്കുന്നത് അല്ലെ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് വന്നു? എന്തുകൊണ്ട് ഇത് ഇത്ര വലിയ ഫെമിലിയറും ഇത്ര ഡിമാൻഡബിളും ആയിട്ടുള്ള ഒരു കോഴ്സ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രൊഫഷണൽ കോഴ്സിന്റെ ഇടയിൽ സ്ഥാനം പിടിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മൈ നെയിം ഈസ് നിഷ ആൻഡ് ഐ എം എ ഫാക്കൽറ്റി ഓഫ് സ്മാർട്ട് സ്കിൽ എഡ്യൂ കൺസൾട്ടൻസി. ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്, ഒരു ടീച്ചറാണ്. ഓക്കെ, നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്കുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നതാണ് എന്റെ ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ സെയിം വേ അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സിനകത്ത്, നിങ്ങളുടെ സിലബസിനകത്ത് ദർ ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം പഠിക്കുമ്പോൾ ആ ഒരു കോഴ്സിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ആ ഇൻട്രൊഡക്ഷൻ അല്ല ഈ ഇൻട്രൊഡക്ഷൻ, ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അത് തമ്മിൽ നിങ്ങൾ ഇതാക്കരുത്, കൺഫ്യൂസ്ഡ് ആകരുത്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ എന്റെ പേര് മനസ്സിലായില്ലേ? എന്റെ ഇടയിൽ ഞാൻ എന്റെ പേരൊക്കെ പറഞ്ഞു പോയിട്ടോ. പേര് കേട്ടായിരുന്നോ? കേട്ടോ കേട്ടോ ആരെങ്കിലും ശ്രദ്ധിക്കല്ല? ഇവിടെ തന്നെ ശ്രദ്ധിക്കാൻ തോന്നുന്നു. ആരെങ്കിലും എന്റെ പേര് ഞാനിവിടെ ഇടയിൽ മെൻഷൻ ചെയ്തത് ഒന്ന് പറയാമോ? റജീന കേട്ടെന്ന് പറയുന്നുണ്ട്. പറയൂ റജീന. യെസ്, വെരി ഗുഡ്. ഒരാളെ കേട്ടതുണ്ടല്ലോ. പേര് വായിച്ചോ? അവിടെ? യെസ്, അപ്പൊ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓക്കെ, നിഷ, അതാണ് എന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മളുടെ സ്മാർട്ട് സ്കില്ലിലെ ഒരു ടീച്ചറാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അങ്ങോട്ട്. ഈ ഒരു ക്ലാസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞ് നാളെ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സുകളിലേക്ക് വരും. ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഓരോ മണിക്കൂറായിരിക്കും ഡെയിലി ക്ലാസ് ഉണ്ടാകുക. ക്ലാസ്സിന്റെ ടൈം എത്ര മണിക്കാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഡെയിലി ഏത് സമയത്തിനാണ് നിങ്ങളുടെ ക്ലാസ് എന്ന് അറിയോ? ആരെങ്കിലും അറിയാമോ? ചിലപ്പോ ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ ഫോം ചെയ്തിട്ട് അതില് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാകാം. ഉണ്ടെങ്കിൽ പറയാം. പറഞ്ഞു. എത്ര മണിക്കാണ് ക്ലാസ് എന്ന് നോക്കട്ടെ. അറിയാവുന്നവരും ഈ ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ ഫോം ചെയ്ത്. വെരി ഗുഡ് വൈഷ്ണ. ഓക്കെ, റജീനൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. 1:30 മണിക്ക് ഡെയിലി, ദാറ്റ് മീൻസ് മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് 1:30 മണിക്ക് 1 hour ക്ലാസ് ആണ്. 1:30 to 2:30 ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സസ് ഉണ്ടാകുക. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. എല്ലാ ദിവസവും ആ ക്ലാസ്സിന് ആ സമയത്ത് ജോയിൻ ചെയ്യാൻ ഏറ്റവും പരമാവധി പറ്റുന്ന ആളുകൾ ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. Otherwise, if you are not able to attend the live class, obviously you have to watch the recorded class which will be uploaded the next day. ക്ലാസ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് എവിടെ വരും? നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. തീർച്ചയായിട്ടും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആ ക്ലാസ് വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ് റെക്കോർഡഡ് ആണെങ്കിൽ തന്നെ അത് വാച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ പഠിക്കുന്നത്?
എന്തെങ്കിലും പരീക്ഷകൾ മാത്രം പരീക്ഷയുടെ സമയത്ത് ഏതെങ്കിലും രീതിയിൽ അത് എഴുതി പാസ്സാകുക എന്നുള്ളത് മാത്രമാകുന്നു. എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ പഠിപ്പിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് എക്സാംസ് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വാട്ട് യു മീൻ ബൈ ഹ്യൂമൻ റിസോഴ്സ്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്താ പറയാ സ്മാർട്ട് സിറ്റിയില് നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരല്ലേ? എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും എന്താ പറയാ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോറിയോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കയറിയവരാണോ? ഒന്ന് നോക്കട്ടെ, ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് കയറിയവരാണോ? ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഞങ്ങൾക്ക് അറിയാം, അങ്ങനെ കയറിയവരുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. ചിലര് ആ ഒരു എന്താ പറയാ പരസ്യം കണ്ടു, വലിയ പരസ്യമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. സ്മാർട്ട് സിറ്റിയുടേതായിട്ടുള്ള വലിയ ആഡുകൾ നമ്മൾ മീഡിയാസിലൂടെയോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. നമ്മളുടെ പരസ്യം എന്ന് പറയുന്നത് വെറുതെ വാട്സപ്പില് ഈ എന്താ പറയാ പഞ്ചായത്ത് ബേസിസിലൊക്കെ ഒരു എന്താ പറയാ അവിടുത്തെ ആളുകളേക്ക് അറിയിക്കുക, നോട്ടിഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ അത് വഴി നിങ്ങളുടെ ചിലപ്പോ നിങ്ങളുടെ മുൻപില് റിലേറ്റീവ്സോ കസിൻസോ ആരെങ്കിലുമൊക്കെ നമ്മുടെ സ്മാർട്ട് സിറ്റിയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടാകാം. മാത്രമല്ല വി ഓൾസോ പ്രൊവൈഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആൻഡ് മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് നിങ്ങൾ കയറിയവരുമായിരിക്കാം. അപ്പൊ വട്ടെവർ ഇറ്റ് മേ ബി എന്താണെങ്കിലും നമ്മൾ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് എന്താണ്, എന്തുകൊണ്ട് ഇത്രയും അധികം പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒരു ലിസ്റ്റില് വൺ ഓഫ് ദ എന്താ പറയാ ടോപ്പ് എമംഗ് 10 അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 10 കോഴ്സുകൾക്ക് ഇടയിൽ അതിനകത്ത് ഒരു ഭാഗമാകാനായിട്ട് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനം പിടിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are living in a ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചുറ്റുമുള്ള ലോകം എന്ന് പറഞ്ഞാല് ഒരു ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്, അല്ലെ? എങ്ങോട്ട് നോക്കിയാലും കച്ചവടം. ബിസിനസ് അല്ലാത്ത ഒരു കാര്യമില്ല. ഈവൺ ഈ പണ്ട് കാലത്ത് ആതുര ശുശ്രൂഷ, ഹോസ്പിറ്റൽസിനൊക്കെ പറഞ്ഞിരുന്ന പേര് അതായിരുന്നു, ആതുര ശുശ്രൂഷ വെൽഫെയർ ആണ്, സേവനം, സർവീസ് ആയിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ഹോസ്പിറ്റൽസ്, പാർക്കുകള്. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അതൊക്കെ മാറി, അതൊക്കെ പണ്ടത്തെ രീതിയാണ്, പണ്ടത്തെ കാര്യമാണ്. ഇപ്പോ എന്ത് തുടങ്ങുന്നു, ഈവൻ ഹോസ്പിറ്റൽസ് സർവീസ് ലക്ഷ്യമെന്ന് പറഞ്ഞ് ഇപ്പൊ ഹോസ്പിറ്റൽസും പല രീതിയിലും ബിസിനസ് ഉണ്ടാക്കുക, ബിസിനസിന്റെ ലക്ഷ്യമായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ആണ് എയിം ചെയ്യുന്നത്. അവരുടെ ഹോസ്പിറ്റലിനേക്കാളും 10 രൂപ കൂടുതൽ പ്രോഫിറ്റ് ഞാൻ ഉണ്ടാക്കണം, എന്റെ ഹോസ്പിറ്റലിന് വേണം എന്ന ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെയും കച്ചവടം ഇല്ലാത്ത ഒരു കാര്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി നമ്മൾ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഒരു ഗവൺമെന്റ് ജോലി അത്ര നല്ല എന്താ പറയാ മോശം ജോലി എന്നല്ല പറഞ്ഞത്, ഒരു ജോലി. ആ ജോലിക്കാരന് ആ ജോലി ചെയ്യുന്ന ആൾക്ക് they have some expectation at the end of the month or the beginning of next month they will get a salary which is fixed. തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം എന്താ? ആ ജോലി ചെയ്യുന്നവരുടെ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ആ ഫിക്സ്ഡ് എമൗണ്ട് സാലറി കിട്ടും, ഇത്ര രൂപ. സാലറി ഫിക്സ്ഡ് ആണോ അല്ലയോ? ആണ്. ഇടയ്ക്കിടയ്ക്ക് മാറ്റമൊന്നുമില്ല. ചിലപ്പോ ഒരു 2-3 ഇയേഴ്സിലൊക്കെ ഒരു ചെറിയ ഇൻക്രിമെന്റ് ഒക്കെ, എത്ര പെർസെന്റേജ് ഇൻക്രിമെന്റ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ എപ്പോഴും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഒരു സാലറിയാണ്. അതേസമയം ഇന്നത്തെ കാലത്ത് ആ ഗവൺമെന്റ് ജോലിയും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് കൂടി കയ്യിലുണ്ടെങ്കിൽ, ബിസിനസ് ബ്രിങ്സ് പ്രോഫിറ്റ്, ലാഭം കൊണ്ടുവരിക എന്നുള്ളതാണ് ബിസിനസ് ലക്ഷ്യം. അത് എന്താ പറയാ, അത് നമ്മള് ചിലപ്പോഴൊക്കെ നമുക്ക് നല്ല കഴിവും എന്താ പറയാ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാനും ഒക്കെ കഴിവുണ്ടില്ല. എന്താ പറയാ, തുടക്കമൊക്കെ ചിലപ്പോൾ ബിസിനസ് നമുക്ക് പായി പോകും, അത്ര ഫെയിലിയർ തന്നെയായിരിക്കാം. പക്ഷേ വെൻ വി നോ ഓർ സ്റ്റഡി എ ബിസിനസ്, ഒരു ബിസിനസിനെ കുറിച്ച് പഠിച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ നാക്കൊക്കെ ആ ട്രാക്കിലേക്ക് കറക്റ്റ് ആയിട്ട് ഓടി എത്തിക്കഴിയുമ്പോൾ നമുക്കും മനസ്സിലാകും ഹൗ ടു ഏൺ മോർ പ്രോഫിറ്റ്,
കമ്പയർഡ് ടു അതർ ബിസിനസ്. മറ്റ് ബിസിനസ്സുകാരേക്കാൾ എനിക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ആ ചിന്തയിലേക്കും അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്കും വരും. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത്ര രൂപ എന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ബിസിനസ് ചെയ്യാനുള്ള ആളുകളുടെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എവിടെ നോക്കിയാലും ബിസിനസ് ആണ്. അപ്പൊ ഈ ബിസിനസ്സിനകത്തൊക്കെ എന്ത് പറ്റിയെന്നറിയാമോ? ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഇങ്ങനെ കൂണ് പോലെ ഇങ്ങനെ മുളച്ച് വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ മാനേജ്മെന്റ് കാര്യങ്ങളിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുണ്ടാകാം. കാരണം ബിസിനസ് ഇങ്ങനെ ഇവിടെ നോക്കുകയാണ്. അപ്പൊ ഓരോ ബിസിനസ്സും ഓരോ ദിവസവും അല്ലെങ്കിൽ വർഷം ചെല്ലുന്തോറും നമ്മൾ മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഡെവലപ്ഡ് ആകണം എന്നുള്ള ഉദ്ദേശത്തോടെ ഓരോരുത്തരും ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ഓൾ ഇംപ്രൂവ്മെന്റ്സ് ക്യാൻ ബി ഡൺ, ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. അങ്ങനെ ഓരോ പുരോഗതിയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താ? മറ്റുള്ള ബിസിനസ്സിനേക്കാൾ എനിക്ക് നന്നായി ചെയ്യണമെങ്കിൽ each and every area of our particular organization should be managed properly. അങ്ങനെ എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ എന്റെ ബിസിനസിന്റെ എല്ലാ മുക്കുമൂലയും നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടണം. You see, we know that the important components of a business, ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒരു കമ്പോണന്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can say it is money, material, machinery and men. ഒരു ബിസിനസ് നടത്തുന്നതിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഈ നാലാമത് പറഞ്ഞ മെന്നില്ലേ, മെൻ നാലാമത് പറഞ്ഞ പേരാണ് മെൻ, അല്ലെങ്കിൽ 4 M's എന്ന് പറയാം. 4 എമ്മുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞ പേരുകളിൽ 4 എമ്മുകളാണ് ഞാൻ ആ കമ്പോണന്റ് ആയിട്ട് പറഞ്ഞത്. എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഈ 4 കമ്പോണന്റ് ഇല്ലാണ്ട് we cannot run a business. നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാനും അത് റൺ ചെയ്യാനും പറ്റില്ല, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണം വേണം, കാശ് വേണ്ട ബിസിനസ് തുടങ്ങണമെങ്കിൽ. വേണ്ടയോ? ഇനീഷ്യൽ എമൗണ്ട് വിച്ച് ഇസ് കോൾഡ് ക്യാപിറ്റൽ. ഒരു മൂലധനം ആവശ്യമുണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ട ഏറ്റവും അത്യാവശ്യ സാധനമാണ് കാശ്. എനിക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ എനിക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ അതിന് വേണ്ട സാധനങ്ങൾ വേണം. ആ സാധനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മണി, കാശ് വേണം. കാശ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് വി ക്യാൻ ഡു എ ബിസിനസ്. ആ കാശ് ഉപയോഗിച്ച് വി ഹാവ് ടു ഏൺ സം മെറ്റീരിയൽസ്. എന്തിനെ സംബന്ധിക്കുന്ന ബിസിനസ് ആണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ പ്രൊക്യൂർ ചെയ്യണം. ഇഫ് ജസ്റ്റ് സപ്പോസ് ദാറ്റ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തണമെന്ന് വിചാരിക്കുക എനിക്ക്, അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്, അല്ലെ? അപ്പൊ തുണിത്തരങ്ങളാണ് അവിടെ വിൽക്കപ്പെടുന്നത്. ആ തുണിത്തരങ്ങളൊക്കെ കൊണ്ടുവന്ന് എവിടെന്നെങ്കിലും നിസ്സാരം വിലയ്ക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ കൂടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് വിൽക്കുമ്പോഴാണ് ഞാനൊരു ബിസിനസ്സുകാരനാകുള്ളൂ, അല്ലെ? അല്ലാതെ എവിടെന്നെങ്കിലും കുറെ തുണി വാങ്ങിച്ചോളുന്നു അതേ രൂപയ്ക്ക് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഗെറ്റ് എനി പ്രോഫിറ്റ്. അങ്ങനെ അത് എത്ര നാൾ ഞാൻ നടത്തും? എന്നെ കൊണ്ട് പറ്റുമോ? പറ്റില്ല, അല്ലെ? അപ്പൊ ഞാൻ ഈ പല സ്ഥലങ്ങളിൽ നിന്നും വില കുറഞ്ഞ സാധനങ്ങൾ, വില കുറഞ്ഞ മീൻസ് വില കുറവിന് എന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ച് അത് 100, 50 അല്ലെങ്കിൽ 500 രൂപയൊക്കെ കൂട്ടി വിറ്റാലാണ് എനിക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ആ എമൗണ്ട് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്. ആൻഡ് ഓൾസോ വി നീഡ് സം മെഷീനറി to be installed in the organization for the smooth functioning of the business. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ബിസിനസ്സിലേക്ക് എനിക്ക് കുറെ മെഷീൻസ് വേണം. ജസ്റ്റ് ഇമാജിൻ, AC വേണം, അല്ലെ? ഇന്നത്തെ കാലത്ത് ചൂടൊന്നും സഹിക്കാൻ പറ്റില്ല. ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ നമുക്ക് അറിയാം അവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്നില്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റൂംസിലായിരിക്കും AC ഉണ്ടാകുക. ഫാൻ വേണം, കമ്പ്യൂട്ടർ മെഷീൻസ് വേണം. ഓക്കെ, ഇതൊക്കെ മെഷീൻസ് അല്ലേ? അപ്പൊ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അതിനും ഈ പറയുന്ന കാശ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ, ആ ഒരു മൂലധനം ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഏൺ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഇനിയും ഇപ്പൊ മണി വന്നു, മെറ്റീരിയൽസ് വന്നു, മെഷീനറി ഒക്കെ വന്നു. പക്ഷെ ഇതെല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ വി നീഡ് സം പീപ്പിൾ. ആൾക്കാർ വേണ്ടേ? എല്ലാ മേഖലയും ഇപ്പൊ മെഷീൻ കമ്പ്യൂട്ടർ ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ തന്നെ ഓണായി കമ്പ്യൂട്ടറിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യോ? ഇല്ല. ടു ഓപ്പറേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ മെഷീൻ വി നീഡ് സം എംപ്ലോയീസ്. തീർച്ചയായിട്ടും അത് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ മനുഷ്യന്മാർ വേണ്ടേ? തീർച്ചയായും മനുഷ്യൻ വേണ്ടിടത്ത് മനുഷ്യൻ തന്നെ വേണം. ഓക്കെ, സോ ഈ 4ാമത്തെ കമ്പോണന്റ് ആണ് ഈ മനുഷ്യന്മാര് എന്ന് പറയുന്ന 4th M ആയിട്ടുള്ള മെൻ. ഈ മെന്നിനെയാണ് വി ടേം ഇൻ എന്താ പറയാ മോഡേൺ ബിസിനസ്സിൽ നമ്മൾ ഈ മെന്നിനെ ഒരു പേരിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. എന്താണ് ആ പേര്?
group of men which is called human resource or manpower or associate of people. ഇതാണ് നമ്മൾ വിളിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ മെന്നാണ്, ഈ മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാരെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും കളക്റ്റീവ്ലി ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ജസ്റ്റ് ചെറിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടെ തന്നെ നമ്മൾ കയറി ചെല്ലു കഴിയുമ്പോൾ അവിടെ ബിൽ കൗണ്ടറിൽ ഒരാളിരിക്കും, ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ക്യാഷ് വാങ്ങിക്കാൻ ഒരാള്, പിന്നെ സെയിൽസ് മെൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾസ് ഒക്കെ ആയിട്ട് കുറച്ച് പേരുണ്ടായിരിക്കും. ഓരോ ഫ്ലോറിനെ മാനേജ് ചെയ്യാൻ ഫ്ലോർ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു കുറയാതെ ഒരു 10-30 സ്റ്റാഫെങ്കിലും അവിടെ എംപ്ലോയീസ് ആയിട്ട് ഉണ്ടായിരിക്കും അല്ലെ? ഉണ്ടാവൂലേ? ഒരു ഏറ്റവും ചുരുങ്ങിയത് വേണ്ട വിട്ടേക്ക്. ഒരു ഹോസ്പിറ്റൽ, ജസ്റ്റ് ഇമാജിൻ ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനകത്ത് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ല? ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യരില്ല. ഹോസ്പിറ്റലിൽ എന്നാൽ ഇപ്പൊ തറവാടായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട് ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന് വി ക്യാൻ സി വൈ വി എൻറ്റർ ദ ഹോസ്പിറ്റൽ വി ക്യാൻ സി എ സെക്യൂരിറ്റി. അവിടെ ഒരു കയറി ചെല്ലുമ്പോൾ ഒരു സെക്യൂരിറ്റിയെ കാണും. ആൾക്കാരൊക്കെ വഴി തിരിച്ച് വണ്ടിയൊക്കെ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം, കൃത്യമായിട്ട് അവിടുത്തെ എന്താ പറയാ തടസ്സമൊന്നുമില്ലാതെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി ഉണ്ടാകും. അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ചീട്ട് എഴുതാനിരിക്കുന്ന സ്ഥലത്ത് റിസപ്ഷൻ ഏരിയ, ചീട്ട് എഴുതുന്ന സ്ഥലം, അങ്ങനെ 2-3 പേരൊക്കെ ചേർത്തിരിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഫാർമസി കാണാം. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ റൂംസ് കാണാം അല്ലെ? കാർഡിയോളജി വിഭാഗം കാണാം. അതുപോലെ തന്നെ എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്റർ കാണാം, ലേബർ റൂം കാണാം. ഇവിടെ ഇതൊന്നും ആലോചിച്ച് നോക്കിയേ, അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഏകദേശം എത്ര പേര് ജോലി ചെയ്യുന്നത്? 1-2 പേരാണോ? അല്ല, ഐ തിങ്ക് ഒരു 100-150 ആൾക്കാർ. ക്യാൻറ്റീൻ ഉണ്ട് അല്ലെ? ഒരു 100-150 ആളുകളെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സ്റ്റാഫ്. ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണെന്ന് ഹ്യൂമൻ റിസോഴ്സ് വിളിക്കും. അപ്പോ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു പുതിയ കോഴ്സ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന എന്നുള്ളതാണ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സിനെ എന്തിനു മാനേജ് ചെയ്യണം? എന്ത് കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഗൂഗിൾ ക്ലാസ് റൂം അല്ല ഗൂഗിൾ മീറ്റ് ക്ലാസ് റൂമിൽ കയറിയിട്ടാണ് നമ്മൾ ക്ലാസ്സിലിരിക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോ തന്നെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളെല്ലാവരും വായടപ്പിച്ച് അവിടെ ഇരുത്താൻ വേണ്ടി ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഓൾ മ്യൂട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ആരുടെയും സൗണ്ട് കൂടെ കേൾക്കുന്നില്ല, എന്റെ മാത്രം മധുരമായ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുള്ളൂ അല്ലെ? അല്ലെ കേൾക്കണല്ലേ ഉള്ളൂ? വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കണ്ടോ? നിങ്ങൾ വീട്ടിൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അവിടെ അപ്പുറത്ത് ആരെങ്കിലും പറയുന്നെങ്കിൽ അവരുടെ സൗണ്ട് കേൾക്കണ്ടോ? അപ്പൊ എന്താണ്, ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്ത് എന്ത് ചെയ്തു? ഓൾ മ്യൂട്ട് കൊടുത്ത് നിങ്ങൾ ഇവിടെ ഇരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ കൺട്രോളിങ് എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ ആയതുകൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഓക്കെ, എനിക്കിത് കൺട്രോൾ ചെയ്തു, ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തു, അവിടെ ഇരുത്തി. യെസ്. അപ്പൊ ഒരു മെഷീനിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാന്റ് അങ്ങനെയുള്ള സാധനങ്ങളെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഉപകരണത്തെ എക്യുപ്മെന്റിനെയൊക്കെ വി ക്യാൻ കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ one thing which cannot be managed easily, they are called human resource. പക്ഷേ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കൂടുതലുള്ളത്. എല്ലാ എംപ്ലോയീസും അടക്കം ലോവർ ലെവൽ എംപ്ലോയീസ് മുതൽ ടോപ്പ് ലെവൽ എംപ്ലോയീസ് വരെയുള്ളത്. ലോവർ ലെവലിൽ നമ്മുടെ ക്ലീനിങ് സെക്ഷനിലൊക്കെ ഉള്ളത് ഏറ്റവും ലോവർ ലെവലായിട്ടുള്ള എംപ്ലോയീസ് ആണ്. അവിടുന്ന് മുതൽ വളരെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ലെവലിൽ നിൽക്കുന്ന എംപ്ലോയീസ് വരെ നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവുമായിരിക്കും. ഒരു 100-150 ഒക്കെ ഉണ്ടായിരിക്കും. ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യുക. ഇവരെന്തിനാ മാനേജ് ചെയ്യുന്ന വല്ല കാര്യമുണ്ടോ? യെസ്, നമ്മള് പറയും, നമുക്കറിയാം നമ്മളുടെ വീട്ടില് നമ്മൾ മനുഷ്യന്മാരായിട്ട് നമ്മുടെ വീട്ടില് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ഒരു വീട്ടില് ആവറേജ് ഇന്നത്തെ കാലത്ത് കേട്ടോ, പണ്ടത്തെ ജോയിന്റ് ഫാമിലി ഒന്നും അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒക്കെ കുറേയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. വല്ലയിടത്തൊക്കെ ഒരെണ്ണമൊക്കെ കാണുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഒക്കെ ചിലപ്പോ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആവറേജ് ഒരു എണ്ണം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സി ഒരു 5-6 ആവറേജ് ആണ് പറയുന്നത്. 2 ആളുകളുള്ള വീടുകളും ഉണ്ട്, 3 മെമ്പേഴ്സ് ഉള്ള വീടുകളും ഉണ്ട്, അറൌണ്ട് 6 അല്ലെ? അതിൽ കൂടുതലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൂടുതലും അമ്മമാര് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആളുകളോടാണ് എന്റെ ചോദ്യം. ഒക്കെങ്കിലും വീട്ടിൽ പറയില്ല, ഓ ഇവരെ കൊണ്ട് ഞാൻ തോറ്റിയ, ഞാൻ മടുത്തിട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല, വല്ല വഴിക്കും പോയാലോ? ഈ സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും പറയാറുണ്ടോ നിങ്ങള്? ഞങ്ങൾ അങ്ങനൊന്നും പറയാറില്ല. ഞങ്ങൾ അത്ര വീടിനെയും വീട്ടിലുള്ള ആളുകളെയും ബഹുമാനിക്കാത്തവരോ ഇഷ്ടപ്പെടാത്തവരോ അല്ല. ഞങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ല. അങ്ങനെയാണോ? ഞങ്ങളൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക്, ഓ ഇതിന്റെ ഇടയിൽ ഒന്ന് പോയാൽ മതി, മനുഷ്യൻ മടുത്തു അല്ലെ? സി, എപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാ? ഇഫ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ അല്ലെ, നമ്മുടെ
നിയന്ത്രണത്തിന്റെ പിടിയിൽ നമ്മൾ പോകുമ്പോഴാണ്. ഇപ്പൊ ഒരു വീട്ടില് നമ്മൾ രാവിലെ പോകുമ്പോ എല്ലാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഓഫീസിൽ പോകുന്ന ജോലിക്കാരൊക്കെ സ്ത്രീകളായിട്ടുള്ളവരുണ്ടെങ്കിൽ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ പോകും. വൈകുന്നേരം കുട്ടികൾ ചിലപ്പോൾ നമ്മളെക്കാൾ നേരത്തെ വരും. വൈകുന്നേരം 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുമല്ലോ. ഇതുങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ചിലപ്പോ അവർക്ക് വേണ്ട സാധനങ്ങൾക്ക് അവർ തപ്പി നടന്നേക്ക് എടുക്കുമ്പോ അവര് പോകുന്ന വഴിയിലൊക്കെ എല്ലാരും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകും. നമ്മള് വൈകുന്നേരം 6-6:30 മണിയൊക്കെ ആവുമ്പോ ഓഫീസും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഈ വീടിനെ വേറൊരു വീടാക്കി മാറ്റി അതിന്റെ എന്താ പറയാ അപ്പിയറൻസ് തന്നെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കാണാൻ പറ്റുക. വീട്ടിൽ അടുക്കളയിലേക്ക് കയറാൻ നിവർത്തിണ്ടാവില്ല. കിച്ചൺ കണ്ടിട്ട് നമ്മൾ പേടിച്ചറിഞ്ഞത് നമ്മൾ കയറണോ വേണ്ടേ അല്ലെ? സിങ്കിനകത്തൊക്കെ നിറച്ചും എന്താ പറയാ രാവിലെ തുടങ്ങി ചിലപ്പോൾ വീട്ടിൽ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിച്ചാൽ ഓരോ പാത്രങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അല്ലെ? ഇവിടെ ഇരിക്കേണ്ട സാധനം അവിടെയും, അവിടെ ഇരിക്കേണ്ട സാധനം വേറെ സ്ഥലത്തും സ്ഥാനമൊക്കെ മാറിയിരിക്കേണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ദേഷ്യം കയറും. എന്നിട്ട് എന്ത് ചെയ്യും? ദേഷ്യം കയറി പിറുപിറുന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ തന്നെ വീണ്ടും പഴയ സ്ഥാനങ്ങളിൽ നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയും. ഇത് രാവിലെ ഞാൻ പോയി പെങ്ങനെ വെച്ചതാ, എനിക്ക് മടുത്ത് നിങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് എന്ന് പറയും. ഈ വീട്ടിലുള്ള ഇത്രയും കുറഞ്ഞ അംഗസംഖ്യയെ മെമ്പേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര വലിയ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഹൗ ക്യാൻ ബി മാനേജ്? എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? മാനേജ് ചെയ്തില്ലെങ്കിലോ ഉഴപ്പിന്റെ അപ്പുറത്തെ വരും അല്ലെ? മര്യാദയ്ക്ക് ജോലിയില്ല, അവിടെ ഇവിടെയൊക്കെ ഉഴപ്പി മാറി വല്ല ഫോണിൽ തോണ്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കും. ഒരു ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ജോലി സ്ഥലത്താണെങ്കിൽ പോലും നമ്മള് ഈ ഫോൺ എന്ന് പറഞ്ഞ സാധനത്തിന് മറ്റൊരു പ്രത്യേകത, ഒരു മോശം കാര്യമുണ്ട്. എടുത്തങ്ങോട്ട് ഒന്ന് ഓപ്പൺ ആക്കി തോണ്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തോണ്ടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ചെറുത് നോക്കാനായിരിക്കാം ചിലപ്പോൾ നമ്മളൊന്ന് എടുത്തേക്കണേ അല്ലെ? പക്ഷെ അവിടെ നിൽക്കില്ല. നമ്മൾ അതിലേക്ക് ബാക്കിലേക്ക് അടുത്തയിലേക്ക് അടുത്ത ആപ്പ് ഒക്കെ തുറക്കലാണ് നമ്മുടെ പണി. തീർച്ചയായിട്ടും അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസ് ഒക്കെ കിട്ടുന്ന ചില ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും? കുഴപ്പാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനിൽ ഇത്രയും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഈ എന്താ പറയാ ഇതിലേക്ക് ഈ ഇത്രയും ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഈ പറയുന്ന മേഖലകളൊക്കെ വളരെ നന്നായി മാനേജ് ചെയ്യേണ്ടതിന്റെ ഒരു നെസസിറ്റി ആവശ്യം വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് എന്ന് വെച്ചാൽ അധികം നാളുകളൊന്നും ആയിട്ടില്ല ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് ഒക്കെ ഒരു 10-12 വർഷത്തെ മുമ്പ് ഉള്ള ഒരു ആസ്പെക്ട് ആണ്. അങ്ങനെ ഒരു കണ്ടുപിടുത്ത ഇന്നോവേഷൻസ് ഈ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സുകളുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ട്, അവരെ മാനേജ് ചെയ്താൽ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആൻഡ് സക്സസിലേക്ക് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ എത്തിക്കാൻ പറ്റും. കൂടുതൽ നല്ല പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും ജോലിക്കാരും ഉഴപ്പാതെയും അവരെ മാക്സിമം അവരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അത് മാനേജ് ചെയ്യാൻ ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ആവശ്യം വന്നു എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ്. ഇപ്പൊ ഈ ആൾക്കാരെ നോക്കി നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ ലീഡർ തെരഞ്ഞെടുക്കും അല്ലെ? സ്കൂൾ ലീഡറിനെ തെരഞ്ഞെടുക്കും, ക്ലാസ് ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കും. എന്തിനാ? അവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനാണ്. എന്റെ ടീച്ചർ ഇസ് നോട്ട് ഇൻ ദ ക്ലാസ് അല്ലെ? ടീച്ചർ ലേറ്റായി വരിക, ടീച്ചർ ഇല്ലാത്തപ്പോ ഒന്ന് മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്ത് അവിടെ ഇരുത്താൻ വേണ്ടി മുൻകാലത്ത് പറഞ്ഞു കൊടുക്കാതെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് മാനേജ് ചെയ്ത് അങ്ങനെ പോകും. അവിടെ വലിയ കഴിവും എന്താ പറയാ എല്ലാ കോഴ്സൊന്നും പഠിച്ചിട്ടൊന്നുമല്ല നമ്മൾ അതൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെ? അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ് ചെയ്യുന്ന HODs ഉണ്ട്. HODസിന് സ്പെഷ്യൽ എന്താ പറയാ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവർക്ക് അതിന് സ്പെഷ്യൽ ആയിട്ടൊരു കോഴ്സ് ഒന്നും പഠിക്കുന്നില്ല HOD ആകാനായിട്ട്. അതെങ്ങനെ HOD ആകുന്നത്? ഒരു സീനിയോറിറ്റി എക്സ്പീരിയൻസിൽ നിന്ന് കമ്പാരിറ്റീവ്ലി മറ്റ് എന്താ പറയാ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സീനിയോറിറ്റി ഉള്ളതോ എക്സ്പീരിയൻസ് ഉള്ളതോ കുറച്ച് സ്കില്ലൊക്കെ കൂടുതൽ കാണുന്നവരെയൊക്കെയാണ് നമ്മൾ HOD ആക്കുക. അല്ലാണ്ട് അതിനുവേണ്ടി കോഴ്സ് ഒന്നും പഠിക്കുന്നില്ല. പക്ഷേ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ എല്ലാം മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി അറിവ് അത് പഠിച്ചവർ തന്നെ വേണം. ആ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓർഗനൈസേഷനിൽ ഇഷ്ടംപോലെ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാം. ഈ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ A to Z എല്ലാം നോക്കുക. ഫ്രം ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ് ഓൺവേർഡ്സ് അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. ഒരു ഓർഗനൈസേഷനിൽ വരുന്ന എംപ്ലോയീസ് ഒക്കെ അവരെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അവർ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ അന്വേഷിക്കുക.
മാനേജ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുക, അവരെ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കുക. അല്ലെ, ഞാനിപ്പോ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന ജോലി വളരെ പ്രൊഡക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ അത് എന്റെ എഫിഷ്യൻസിയുടെ ഭാഗമാണ്, എന്റെ മോട്ടിവേഷന്റെ ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവരെ കൂടുതൽ എഫിഷ്യന്റ് ആക്കണം, എംപ്ലോയീസിനെ അവരെ മോട്ടിവേറ്റഡ് ആക്കണം. മോട്ടിവേറ്റഡ് ആക്കാനുള്ള കാര്യങ്ങൾ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം. ഇതെല്ലാം നോക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാരാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താ? നമ്മളൊക്കെ അതിനു വേണ്ടിയാണല്ലോ പഠിക്കുന്നേ, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആകുന്നില്ലേ? ചോദിക്കാൻ ഇടയിൽ വിട്ടുപോയി, പറഞ്ഞു വന്നപ്പോ അങ്ങോട്ട് പോയി മാത്രം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവണ്ടോ? ഓക്കെ അല്ലേ എല്ലാവരും? അറിയണമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മള് എന്താണ്, നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ച് ഒരു പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നത് തിയററ്റിക്കലായിട്ട് കുറെ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം പഠിച്ച് നമ്മളത് പ്രാക്ടിക്കലായിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി കിട്ടുമ്പോൾ എംപ്ലോയീസുമായിട്ടുള്ള ഒരു എന്താ പറയാ മാനേജ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ മണി, മെറ്റീരിയൽ, മെഷീനറി, മെൻ എന്ന് പറയുന്ന 4 കമ്പോണൻസ് ഉണ്ടെങ്കിലും എന്താ പറയാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മാനേജ് ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഈ മെൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ്. മാത്രമല്ല അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിലും ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ്. പക്ഷേ എന്തല്ല, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ പിള്ളേരോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ നേരത്തെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവര് കൃത്യമായിട്ട് സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ സമയവും അസ്ഥാനത്താവും, അല്ലെ? അപ്പൊ നമ്മൾ മാനേജിങ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പറയും, അല്ലെ? പക്ഷെ ഈ നമ്മൾ എല്ലാ ദിവസവും ഇത് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ കൺട്രോളിലേക്ക് വരുന്നില്ല. ഇത്രയും ചെറിയ ഒരു ഇടം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടത് അതാ പറഞ്ഞത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് വിചാരിച്ച് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഭയങ്കര പാടാ, പക്ഷെ വിട്ടേക്ക് അതൊന്നും പറ്റില്ല, നമ്മളെ കൊണ്ട് കൂട്ടിയാൻ കൂടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? പാടില്ല. എന്ത് ഡിഫിക്കൽട്ടി ആണെങ്കിലും അതിനെ നമ്മൾ മാനേജ് ചെയ്ത് ഒതുക്കി നമ്മളുടെ ആ ഒരു കൈപ്പിടിയിൽ കൊണ്ടുവരണം. So in order to manage each and every human beings or the employees in an organization, ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ ഇപ്പൊ ഈ കോഴ്സ് പഠിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ തുടക്കമാണിത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പറഞ്ഞു കമ്പോണന്റുകളിൽ മെൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനെ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എത്ര ബുദ്ധിമുട്ടാന്ന് പറയാൻ കാരണം? ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് പറയാൻ കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡൈനമിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്. എന്തുകൊണ്ടാ? മനുഷ്യന്മാർക്കൊക്കെ ഒരേ സ്വഭാവമാണ്. രണ്ടാൾക്കാരെ, ഏതെങ്കിലും രണ്ടാൾക്കാർ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ടാൾക്കാരെ എടുത്താലും മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇപ്പൊ അച്ഛനമ്മേനെ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സഹോദരിയും തമ്മിലുള്ള ഒരു നമ്മളൊന്ന് എടുത്തു നോക്കുക. സ്വഭാവ രീതികളില് ബിഹേവിയറൽ പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമാറ്റ ചട്ടങ്ങൾ, പെരുമാറ്റ രീതികൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എല്ലാം ഒരുപോലെയാണോ? നിങ്ങൾ രണ്ടുപേരെ ഏതെങ്കിലും രണ്ടാൾക്കാരെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കെ ആ രണ്ടാൾക്കാരും എല്ലാ കാര്യത്തിലും ഒരുപോലെയാണോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ചില സാമ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ സാമ്യങ്ങളെക്കാൾ കൂടുതൽ ഡിസിമിലാരിറ്റീസ്, അതായത് സാമ്യമില്ലായ്മയാണ് കൂടുതൽ കാണാൻ സാധിക്കുക. ആ സാമ്യമില്ലായ്മ തന്നെയാണ് എന്ത് മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം. സോ ഇറ്റ് ഈസ് ദ ഡൈനമിക് നേച്ചർ ഓഫ് human being that it is difficult to manage the human resource. Human resources ne manage cheyan pattilla, elupamalla, adu valiya difficult task aanu parnayide ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. മനുഷ്യന്മാരുടെ ഈ ഡൈനമിക് നേച്ചർ ആണ്. ഇങ്ങനെ എല്ലാവർക്കും പല പല സ്വഭാവമാണ്. ഇനി എല്ലാവർക്കും പല പല സ്വഭാവം അതൊക്കെ ശരി അവിടെ ഇരിക്കട്ടെ. എന്നാൽ നമുക്ക് മാത്രമുള്ള സ്വഭാവം എന്ന് ആലോചിച്ചില്ലേ? കാലത്തൊരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു വേറെ സ്വഭാവം, വൈകുന്നേരം വേറെ സ്വഭാവം. മൂഡ് സ്വിങ്സ് എന്ന് നമ്മളതിനെ നല്ലൊരു സൂപ്പർ പേരിട്ട് വിളിക്കുന്നുണ്ട്, അല്ലെ? കാലത്തെ രീതിയാവില്ല. ചിലപ്പോൾ ഉച്ച കഴിയുമ്പോ ചിലപ്പോ നമ്മൾക്ക് ഉണ്ടാകാവുന്ന ചില അന്നത്തെ ദിവസം കിട്ടുന്ന ചിലപ്പോ ചില ആളുകളോടുള്ള സമീപനം കൊണ്ടോ ആളുകളിൽ നിന്ന് കിട്ടുന്ന ചില എന്തെങ്കിലും തരത്തിലുള്ള സംസാരം നമ്മുടെ ചെവിയിൽ കിട്ടത് കൊണ്ടോ ഒക്കെ നമ്മുടെ മൂഡ് മാറി വരും, ഇല്ലേ? അപ്പൊ മനുഷ്യന്മാർക്ക് തന്നെ ഒരു ദിവസത്തിൽ പല സ്വഭാവ രീതികളാണ്. അങ്ങനെ വരുമ്പോ ഈ പല സ്വഭാവ രീതികളുള്ള ഓരോ മനുഷ്യരെയും, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള എല്ലാ മനുഷ്യരെയും ഒരു റൂഫിന്റെ കീഴിൽ നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ബിസിനസ് എപ്പ കുറഞ്ഞെന്ന് ചോദിച്ചാൽ മതി, അല്ലെ? ബിസിനസ് നശിഞ്ഞ് എന്താ പറയാ ചീത്തയായി പോകും.
അപ്പൊ അത് ഇല്ലാതിരിക്കാൻ എല്ലാ ബിസിനസിന്റെ എംപ്ലോയീസിനെയൊക്കെ മൊത്തത്തിലൊന്ന് മാനേജ് ചെയ്യാനും അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ഇന്റർവ്യൂ, അവരുടെ സെലക്ഷൻ, അവരുടെ ട്രെയിനിങ്, ഇങ്ങനെ ഒരുപാട് അവർക്ക് കൊടുക്കേണ്ട റിവാർഡ്, റിമ്യൂണറേഷൻ, അവർക്ക് സാലറിയോ വേജോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ തൃപ്തിക്കുറവ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കി അതിനെയൊക്കെ സോൾവ് ചെയ്ത് വളരെ ഭംഗിയായി സ്മൂത്ത് ആയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ നടത്തിക്കൊണ്ടു പോകാൻ ഇറ്റ് ഈസ് വെരി നെസസറി ടു ഹാവ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൂടിയേ തീരൂ. ഇന്നത്തെ കാലത്ത് അത് ഇനി ഇല്ലാണ്ട് പറ്റില്ല. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും, ഈവൻ ഹോസ്പിറ്റൽസിലും ഉൾപ്പെടെ ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? HR ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി ഒരു റൂം ഉണ്ടാവും. ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ, വലിയ ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ചെറുതല്ല, വളരെ കുഞ്ഞിതൊന്നുമല്ല, വലിയ ഒരുവിധം ആവറേജ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ ചെന്നാൽ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇൻഷുറൻസ് പോളിസി, ഇൻഷുറൻസിന്റെ കമ്പനികളിൽ ചെന്ന് നോക്ക്, ഹോസ്പിറ്റൽസിലുണ്ട് HR ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? അവിടെയൊക്കെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. കാരണം ഇത് തന്നെയാണ് കാരണം. ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. ബിസിനസ് ഓറിയന്റഡ് വേൾഡിൽ നോക്കുമ്പോൾ എന്താ പറയാ, ഒരുപാട് എംപ്ലോയീസ് പല പല ബിസിനസ് ഓർഗനൈസേഷനിലും ജോലി ചെയ്യുന്നുണ്ട്. കഴിവ് വളരെ ക്വാളിഫൈഡും എഫിഷ്യന്റും ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ എഫിഷ്യൻസിയെയും മെയിൻറ്റെയിൻ ചെയ്യണം, അവരെ അവിടെ റിട്ടേൺ ചെയ്യണം. അവരെ എന്താ പറയാ, മറ്റ് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ചാടി ഇവിടുത്തെ കണ്ടു നിൽക്കുമ്പോൾ അയ്യോ അവിടെ ആ ബിസിനസ്സിലാണ് കുറച്ചുകൂടി നല്ലത്, അവിടെ കുറച്ചുകൂടി സാലറി കൂടുതലുണ്ട്, അത് നമുക്ക് അങ്ങോട്ടേക്ക് ചാടാം എന്നുള്ള മൈൻഡ് ഒന്നും കൊണ്ടുവരാതെ നമ്മളിപ്പോ എവിടെ ജോലി ചെയ്യുന്നു അവിടെ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാൻ. അത് എന്റെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, എല്ലോന്റെ അല്ലേ, ഞാൻ എന്റെ ജോലി ചെയ്ത് ശമ്പളം മേടിച്ചു, ആ മൈൻഡ് വന്ന് നമ്മൾ ജോലി ചെയ്യാൻ പാടില്ല. നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു അത് ആ ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾ, ഒബ്ജക്റ്റീവ്, ലക്ഷ്യം, അതിന്റെയും കൂടി ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കി ജോലി ചെയ്യുമ്പോഴാണ് ഏത് ബിസിനസ് ഓർഗനൈസേഷനിലെയും എംപ്ലോയീസ് അവരുടെ ഫുൾ എഫേർട്ട് ആ ജോലിക്ക് വേണ്ടി ചെയ്യുള്ളൂ, അല്ലെ? ഞാൻ അത്രയും ഇതെന്റെയാണ്, ഇതിന്റെ ഒരു ഭാഗമാണ് ഞാൻ. സോ ഇതിന്റെ ഡെവലപ്മെന്റ് എന്റെയും കൂടി വളർച്ചയാണ്, അല്ലെ? എന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ഇത്രയും എന്താ പറയാ പേര്, ഗുഡ് വിൽ ഒക്കെ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഞാൻ ജോലി ചെയ്യുന്നു എന്ന് ഞാൻ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോ, അല്ലെ, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് എന്റെയാണെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ജോലിക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്ത് അങ്ങോട്ട് നമ്മുടെ എന്താ പറയാ ഒരു കടമ മാത്രം, അല്ലെ, ഒരു കടമ മാത്രം അങ്ങോട്ട് നിർവഹിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമുക്ക് മാക്സിമം അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. എന്റെ മാക്സിമം ഇൻപുട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്താലാണ് എന്റെ ബിസിനസ്സിന് ഓരോ ദിവസവും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരുള്ളൂ എന്ന് ആര് ചിന്തിക്കണം? ഒരാൾ ചിന്തിച്ചാൽ പോരാ, എവറി എംപ്ലോയീസ് എല്ലാവരും ചിന്തിക്കണം. അങ്ങനെ അവരെ എന്തായ എംപ്ലോയീസിനെ എല്ലാവരെയും അങ്ങനെ കൊണ്ടുവരിക. ആൻഡ് ഓൾസോ the human resource department have to ensure that every employees are satisfied in their work and also they are getting reasonable compensation for their work. അവർ ജോലി ചെയ്യുന്നത് വളരെ തൃപ്തിയോട് കൂടിയാണെന്നും എല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലിക്ക് റീസണബിൾ ആയിട്ടുള്ള അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള പ്രതിഫലം അവർക്ക് കിട്ടുന്നുണ്ടെന്നും കൂടി ഉറപ്പുവരുത്തേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ് ഇതൊക്കെ. ഒരു ഓർഗനൈസേഷനിൽ പുതിയ പുതിയ എംപ്ലോയീസിനെ നിയമിക്കുന്നത്, അവരുടെ ഇന്റർവ്യൂ സംബന്ധിച്ച് വെറുതെ ഒന്നും നിയമിക്കില്ലല്ലോ, ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കൂടി വരുമ്പോൾ തന്നെ ജോലി അങ്ങോട്ട് ഏതാണത്തെ ജോലി ചെയ്തോന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോ അതിന് പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ കാര്യങ്ങൾ നോക്കണം, അല്ലെ? അവര് റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്തുള്ള കാര്യങ്ങള്, ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അത്, സാലറി കൊടുക്കുന്ന കാര്യത്തില്, വേജസ് കൊടുക്കുന്ന കാര്യത്തില്, അവരുടെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്ന കാര്യത്തില്, ഓക്കെ, അവരുടെ എന്താ പറയാ വരുന്നതും പോകുന്നതും ഒക്കെ നോട്ട് ചെയ്യുന്ന കാര്യത്തില് ഒത്തിരി കാര്യങ്ങൾ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം നോക്കാൻ ഏറ്റവും കേപ്പബിൾ ആകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. മനസ്സിലായി? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പൊ നിങ്ങൾ മറക്കണ്ട, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സുകളെ കുറിച്ചിട്ടാണ്. മനുഷ്യ വിഭവമാകുന്നത് എപ്പോഴാ? അത് ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുകയാണല്ലോ മനുഷ്യന്മാരെ. തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാൻ കാരണം. റിസോഴ്സസ് പല രീതിയിലുണ്ട്. മണി റിസോഴ്സസ് ഉണ്ട്, അല്ലെ? മെറ്റീരിയൽസ് റിസോഴ്സസ് ആണ്. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആണ്. വി ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ജോലി, ഇവിടെ ഞാനിപ്പോ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ആണ്. കാരണം എന്നെ ഉപയോഗിച്ച് ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഒരു സേവനം, ഇതൊരു സർവീസ് ആണ്. മീൻസ് ഒരു എന്താ പറയാ പഠിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മാക്സിമം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലും
നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പരസ്യം പോലെ നല്ല സൂപ്പർ ക്ലാസ് ആണ് അല്ലെ, അവിടെ സ്മാർട്ട് സിറ്റിയില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഞാൻ പഠിക്കുന്നത് ക്ലാസ് ഒക്കെയാണ്. ഒരു 10 ആളോട് നിങ്ങൾ പറയുമ്പോ വേറൊരു അഡ്വർടൈസ്മെന്റ് എന്തിനാ വേണ്ടോ, വേണ്ടി വരുമോ, വേണ്ട. ഒരു പരസ്യം വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോടോ കസിൻസിനോടോ കൂട്ടുകാരോടൊക്കെ നിങ്ങൾ പറയുമ്പോ നമുക്ക് എന്തായി, അതൊരു 2 ആളോടെങ്കിലും പറയുമ്പോ, ഓരോരുത്തരും 2 പേരോട് വെച്ച് പറയുമ്പോ അത്രയും ഇരട്ടി കുട്ടികളെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഞാനത് മാക്സിമം എന്റെ എഫിഷ്യൻസി മോട്ടിവേറ്റഡ് ആയി ഞാൻ മാക്സിമം കമ്മിറ്റ്മെന്റോടുകൂടി എന്റെ ജോലി ചെയ്യണം. ചെയ്യുമ്പോഴാണ് എന്റെ ഓർഗനൈസേഷനിൽ എന്ത് കിട്ടുള്ളൂ, മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും, ഉത്പാദനങ്ങൾ കൂടും. അപ്പൊ കൂടുതൽ കുട്ടികളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ കുട്ടികൾ വരുമ്പോൾ അതനുസരിച്ച് സ്മാർട്ട് സിറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും അല്ലെ. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ. അപ്പൊ അത് ഞാൻ സ്മാർട്ട് സിറ്റിനെ തന്നെ അങ്ങനെ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന കോഴ്സ് അത്ര മോശം കോഴ്സ് ഒന്നുമല്ല. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചെറിയ കോഴ്സാണ്, വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. ഇന്നത്തെ എല്ലാവരും ഇങ്ങനത്തെ കോഴ്സുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഷോർട്ട് പീരീഡ്, അധിക സമയമൊന്നും കളയാനില്ല. ഇപ്പൊ ആണെങ്കിൽ ഡിഗ്രി കോഴ്സ് ഒക്കെ ഒരു 4 months ഒക്കെ ആക്കി, 4 years ഒക്കെ ആക്കി. അപ്പൊ ഇത്രയും വർഷമൊക്കെ വിടാൻ ഒത്തിരി കുട്ടികൾ അതിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി ഇപ്പൊ ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മെഡിക്കൽ കോഡിങ്, ഇങ്ങനെ ഒരുപാട് കോഴ്സ് ഉണ്ട്. MSW അല്ലെ, സോഷ്യൽ വർക്ക് ഒക്കെ പോലത്തെ അത്തരം കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് കൂടുതലും ആളുകൾ താല്പര്യപ്പെടുന്നത് അതിന്റെ കാരണം. അതായത് ആളുകളൊക്കെ ഭയങ്കര ബിസിയാണ്, നോ ടൈം ടു വേസ്റ്റ്. അത് ഒരുപാട് സമയമൊക്കെ കളഞ്ഞ് പല കാര്യങ്ങളൊക്കെ പഠിക്കാൻ. അപ്പൊ മറ്റേതൊക്കെ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പഠിക്കാം എന്നുള്ള ഉദ്ദേശിച്ചത്, ജോലിയാണെങ്കിൽ പോയി നമുക്ക് സൈഡായിട്ടൊക്കെ പഠിക്കാനോ എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ കൂടുതലും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ എടുത്തിരിക്കുന്ന കോഴ്സും അത്ര സിമ്പിൾ ആയിട്ടുള്ളതല്ല. കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്തങ്ങൾ എന്താ പറയാ പെർഫോം ചെയ്യേണ്ട ഒരു ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത്രയും നേരൊക്കെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് കൊണ്ടുള്ള ആ ഒരു എന്താ പറയാ നേട്ടം, അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായോ? ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും മൊത്തത്തിൽ അങ്ങോട്ട് മാനേജ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ അവരെ മാനേജ് ചെയ്ത് മാക്സിമം അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് ഓർഗനൈസേഷന് നല്ല റിസൾട്ട് കൊണ്ടുവരുന്ന രീതിയിൽ മോട്ടിവേറ്റഡ് ആക്കി കമ്മിറ്റ്മെന്റോട് കൂടി ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ച കാര്യമില്ല. നമ്മൾ കൊച്ചുകുട്ടികളെ കൊണ്ട് നേരത്തെ പറയില്ലേ, അയ്യോ ഈ വിഷയം എനിക്ക് പാടാണ്, ഞാൻ പഠിക്കില്ല എന്ന് പറയുമ്പോൾ അവർ മാറ്റി നമ്മൾ എന്താ പറയണ്ടേ, ശരി നിനക്ക് പഠിച്ചില്ലെങ്കിൽ നീ അത് പഠിക്കണ്ട, ആ വിഷയം വിട്ടേക്ക് എന്ന് പറയോ? തീർച്ചയായിട്ടില്ല. അപ്പൊ അതിന് കുറച്ച് കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ സമയം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഏത് വിഷയമാണ് നമുക്ക് കുറച്ച് കൂടുതൽ പാടായി തോന്നുന്നത് അതിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനാണ് നമ്മുടെ കുട്ടികൾ പറയാ. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിൽ കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ്. ബിക്കോസ് ദേ ഹാവ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെന്റ് ബിഹേവിയറൽ പാറ്റേൺ, സ്വഭാവ സവിശേഷതകള്, പെരുമാറ്റ രീതികളൊക്കെ വ്യത്യാസമുണ്ട്. എന്താ കാരണം? ഞാൻ എന്റെ വീട്ടില് ഏത് രീതിയിലാണോ ജനിച്ചു വളർന്നപ്പോ തുടങ്ങി നമുക്കൊരു ബിഹേവിയറൽ പാറ്റേൺ എങ്ങനെ ഉണ്ടാകാം മനുഷ്യന്മാർക്ക്? നമുക്ക് എവിടുന്ന നമ്മുടെ സ്വഭാവ രൂപീകരണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് അല്ലെ, അവിടെ അച്ഛനമ്മയെ അവിടെയുള്ളവര് എങ്ങനെ പെരുമാറുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് വളരും. കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മൾ സ്കൂളുകളിലൊക്കെ പോകും, സ്കൂളിൽ നിന്ന് പകരുന്നല്ല പഠിക്കും. ഓക്കെ, സ്കൂളിലെ കുട്ടികളെ നമ്മൾ ഏറ്റവും അടുത്ത് കൂട്ടുകൂടുന്ന കൂട്ടുകാരിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ അവിടെ നിന്നും പഠിക്കും അല്ലെ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സൊസൈറ്റി, സമൂഹത്തിലേക്ക് ഇറങ്ങും. സമൂഹത്തിലെ ചില ആളുകളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവരിൽ നിന്ന് പഠിക്കും. പിന്നെ കുറച്ച് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്താ പറയാ, നമ്മളുടെ ഈ എന്താ പറയുക, നമുക്ക് ജനിക്കുമ്പോ തന്നെ കിട്ടുന്നതില്ലേ, മലയാളത്തിൽ പാരമ്പര്യമായി കിട്ടുക, അതന്നെ പാരമ്പര്യമായി കിട്ടുന്ന സ്വഭാവ രീതിയിൽ. ഇങ്ങനെ 3-4 രീതിയിലാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഇത് കിടക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള, അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ലല്ലോ. അപ്പൊ എന്റെ വീട്ടില് ചെയ്യുന്ന പെരുമാറ്റ രീതി ആവില്ല വേറൊരാളുടെ വീട്ടിലെ രീതികൾ. അപ്പൊ ഈ പറയുന്ന പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന പല ആളുകളുമായി ഇടപഴകി കുറെ പെരുമാറ്റങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടാക്കി വരുന്ന ആൾക്കാരാണ് ഈ ഒരു റൂഫിന്റെ കീഴിൽ വന്നിങ്ങനെ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഇവരെയൊക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഒരു 5 മൊഡ്യൂൾസ്, 5 ചാപ്റ്റർ 5 മൊഡ്യൂൾസ് നമുക്ക് പറയാം. 5 മൊഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത്
സോറി 5 അല്ല 6 മൊഡ്യൂൾസ് ആയിട്ടാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 6 മൊഡ്യൂൾസ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ട്, പിന്നെ ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, എംപ്ലോയീസിനെ റിക്രൂട്ട് എല്ലാം എംപ്ലോയീസിനെ വെച്ചിട്ടാണ്. കാരണം എംപ്ലോയീസിന്റെ കാര്യമാണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ അതിനെ കുറിച്ച് ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. പിന്നെ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക, ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, എംപ്ലോയീസിന്റെ ടാലന്റുകൾ മാനേജ് ചെയ്യുക, ടാലന്റ് ഉള്ളവരുടെ ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ, ബെനിഫിറ്റുകൾ, റിവാർഡുകൾ, വേജസോ സാലറി എന്താണോ അത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചൊരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ്സ്, 5ാമത്തെ ചാപ്റ്റർ ആണ്. എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ, വേജസ്, സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, അപ്പൊ അതിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ 6ാമത്തേത് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ ആൻഡ് ഓൾസോ എംപ്ലോയി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എംപ്ലോയീസിന് ഉണ്ടാകുന്ന പരാതികള്, പരിഭവങ്ങള്, അല്ലെ, അസംതൃപ്തി, തൃപ്തിക്കുറവ്, പല സമയത്തും എംപ്ലോയീസിന് തൃപ്തി ഉണ്ടാവില്ല, അല്ലെ, അതെന്താ തൃപ്തി ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എംപ്ലോയീസിന് തൃപ്തിക്കുറവ്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള എനി വൺ എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പഠിക്കാൻ പോകുന്നവരല്ലേ, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. എന്തിനെ യെസ്, വെരി ഗുഡ്, സോറി. സാലറിയെ സംബന്ധിക്കുന്നതായിരിക്കാം, മേ ബി വേജസ്, അവർക്ക് കിട്ടുന്ന കൂലി, ശമ്പളം, അതിന് തൃപ്തി കുറവുണ്ട്. ഞാൻ ഇത്രയധികം ജോലി കൂടെ ചെയ്തിട്ട് എനിക്ക് ഇതാണോ സാലറി, അല്ലെ, പണി കൂടുതലും കൂലി തുച്ഛം എന്നുള്ള വർക്കിംഗ് ടൈമിൽ ചില ആളുകൾക്ക് പരാതികൾ ഉണ്ടാകാം. ഇത്ര സമയം പണി ചെയ്യുന്നതിന് ഇത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡിസ്സാറ്റിസ്ഫൈഡ്, അവര് സംതൃപ്തി കുറവുണ്ടായിരിക്കും. അപ്പൊ അവരുടെ സംതൃപ്തി കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സംതൃപ്തി കുറവുണ്ടായി, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി, അത് വെച്ചിട്ട് ഓർഗനൈസേഷൻ അത് കണ്ടില്ല എന്ന് നടിച്ച് മാനേജ്മെന്റ് ഒന്നും ശ്രദ്ധിക്കണ്ട, അവിടെ കിടന്ന് അതൊക്കെ പറഞ്ഞു നമ്മളെ ഭാഗത്തോട്ടേ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നടക്കൂല. അത് അങ്ങനെ വെച്ചുകൊണ്ട് നമ്മള് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ചെവി കൊടുക്കാതെയോ അത് ശ്രദ്ധിക്കാതെയോ നമ്മൾ മുന്നോട്ട് പോയാൽ അത് സക്സസ്ഫുൾ ആവില്ല. ഇടയിൽ വെച്ചിട്ട് എവിടെന്നെങ്കിലും പൊട്ടിക്കറി വരും. അപ്പൊ പ്രൊഡക്ഷൻ കുറയും, ഉത്പാദനം കുറയും, അല്ലെ. ഉത്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ അഫക്ട്സ് ദ പ്രോഫിറ്റബിലിറ്റി, തീർച്ചയായും ലാഭക്ഷമതയെ ബാധിക്കും. ലാഭം കുറഞ്ഞാൽ ബിസിനസ് ഡൗൺ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് അവർക്ക് വേണ്ട അവരുടെ പരാതികളെ പരിഭവങ്ങളൊക്കെ തീർത്ത് തൃപ്തരായിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. പിന്നെ അവരുടെ സേഫ്റ്റി, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ സുരക്ഷിതത്വം ഒക്കെ ഉണ്ടല്ലോ, ആ സുരക്ഷിതത്വം സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് 6ാമത്തെ ചാപ്റ്ററിൽ. നമുക്ക് പറയാം ചാപ്റ്ററിന്റെ പേര്. ഫസ്റ്റ് വൺ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. സെക്കൻഡ് വൺ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. തേർഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സെലക്ട് ചെയ്ത് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ട്രെയിനിങ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിംഗിൽ കൊടുക്കുക. നെക്സ്റ്റ് വൺ ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. ടാലന്റ് മാനേജ്മെന്റ്, ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ജോലികളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടെത്തുക, കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് 4ാമത്തെ ചാപ്റ്ററിൽ വരിക. 5ാമത്തേതാണ് എംപ്ലോയി ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന് കിട്ടുന്ന പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ബെനിഫിറ്റുകൾ, അതിനെ സംബന്ധിക്കുന്ന ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ ആൻഡ് എംപ്ലോയി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 6 മൊഡ്യൂൾസിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വലിയ പാടൊന്നുമില്ല, എല്ലാം എംപ്ലോയീസിനെ സംബന്ധിക്കുന്നത്, ജോലിക്കാരെ സംബന്ധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, എല്ലാം തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ നിങ്ങൾ വളരെ നന്നായിട്ട് എന്ത് ചെയ്യാന്ന്, നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ ആണ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എന്തൊക്കെയാണ് അതിനകത്ത് മാനേജ് ചെയ്യേണ്ടതെന്നും എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്ന സിലബസിലെ മൊഡ്യൂൾസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ഇന്റർവ്യൂല് പറഞ്ഞത്. ഓക്കെ, നാളെ മുതലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുക. 1:30 ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് റെഗുലർ ആയിട്ട് ഉണ്ടാകുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ക്ലാസ്സിൽ കാണാം. അപ്പൊ വളരെ മനോഹരമായിട്ട് തുടക്കത്തെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല, എപ്പോഴും ബെസ്റ്റ് തന്നെ ആയിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ ക്ലാസ്സസ് ലൈവ് കാണാൻ പറ്റുന്ന മാക്സിമം ട്രൈ ചെയ്ത് ലൈവ് കാണാൻ ശ്രദ്ധിക്കുക.
ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഇൻ ബിറ്റ്വീനിലെ സമയം കിട്ടുകയാണെങ്കിലും ഉച്ചയ്ക്ക് 1 നേരം പഠിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫോണിൽ അവൈലബിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും കാണാം എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണുക, കേൾക്കുക. അതല്ല ഒട്ടും തന്നെ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ നാളെ ആയിരിക്കും, നാളത്തെ ക്ലാസ്സിന്റെ മറ്റന്നാളായിരിക്കും. അപ്പൊ തന്നെ കിട്ടില്ല, കാരണം ഇത് ഗൂഗിൾ നമുക്ക് തരണം. നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ഇത് റെക്കോർഡഡ് ആണ്. ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ പറ്റാത്തവരും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇത് ക്ലാസ് ഇവിടെ ഇപ്പൊ ഗൂഗിൾ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗൂഗിൾ മീറ്റ്. അപ്പൊ ഗൂഗിൾ റെക്കോർഡ് ചെയ്തിട്ട് അത് നമുക്ക് ഒരു രാത്രിയൊക്കെ ആവുമ്പോഴേക്ക് അത് കിട്ടുള്ളൂ. രാത്രി മീൻസ് ലേറ്റ് നൈറ്റ് ആണ് കേട്ടോ, 10-12 മണിയൊക്കെ ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും പിറ്റേ ദിവസം മോർണിംഗിൽ സ്റ്റാഫ് വന്നിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഒരു 5 മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ആ വീഡിയോസിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് തരും. ആ മോക്ക് ടെസ്റ്റ് അന്ന് എടുത്ത ക്ലാസ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് പാഠം എടുക്കുന്ന ചാപ്റ്റർ എന്താണോ അത് വായിച്ച് 2-3 ആവർത്തി വായിച്ച് നോക്കിയതിന് ശേഷം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അല്ലാതെ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അതിനകത്ത് വന്നേക്കുന്ന ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡ് എടുത്തിട്ട് അത് എവിടെയാണ് നോട്ടിനകത്ത് തന്നെ നോക്കി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോ സ്കൂളിലൊക്കെ ഒരു പാസേജ് എന്നിട്ട് ഇംഗ്ലീഷിലൊക്കെ ഓർക്കണ്ടോ, സ്കൂളിൽ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാസേജ് എന്നിട്ട് അതിന്റെ താഴെ ABCD എന്ന് 4 ചോദ്യം കിടക്കണ്ടോ. ആ ചോദ്യത്തിന് ഉത്തരം പാസേജിൽ നോക്കി ഉത്തരം എഴുതാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോഴൊക്കെ മണ്ടത്തരം കാണിക്കും. എന്ത് ആ വേർഡ് തന്നെ നോക്കും, ആ വേർഡ് തന്നെ നോക്കി ഉത്തരം എടുത്ത് എഴുതും. പൊട്ടത്തരായിരിക്കുള്ളൂ. ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കാം ആ സെന്റൻസ് വരെ, അതിന്റെ മുകളിലെ മുന്നത്തെ സെന്റൻസ് ആയിരിക്കാം ആൻസർ ആയിട്ട് ശരിക്കും വരിക. മണ്ടത്തരായിരിക്കും, കാരണം അർത്ഥം മനസ്സിലാക്കിയൊന്നും ആയിരിക്കില്ല ചിലപ്പോ അന്നൊക്കെ ചൂസ് ചെയ്യുന്നത് പിള്ളേരെ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ പിന്നെ എന്തെങ്കിലും വായിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ നേരെ തിരിച്ചാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മലയാളം ഒരു തരി വായിക്കാറില്ല. ഇംഗ്ലീഷ് പിന്നെ എനിക്ക് തോന്നുന്നു വായിക്കത്തുള്ളൂ. മലയാളം അക്ഷരങ്ങളൊക്കെ ഇച്ചിരി കടുകട്ടിയായതുകൊണ്ട് അതുങ്ങൾ ഒട്ടും രക്ഷയില്ല. ഓക്കെ, അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ അത് ചെയ്യരുതെന്നാണ് പറഞ്ഞേണ്ടത്. എന്ന് പറഞ്ഞല്ല, അപ്പൊ എടുക്കുന്ന ഭാഗം ചിലപ്പോൾ 2 or 3 അല്ലെങ്കിൽ പേജസ് ടീച്ചർ ഒരു ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ, 1 hour കൊണ്ട്. അപ്പൊ ആ വായിച്ച് 1-2 പ്രാവശ്യം ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ ആൻസർ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിലേക്കോ ആ ഒരു എവിടെയാണോ എന്ത് ഡിവൈസ് ഉപയോഗിച്ചാണ് നിങ്ങൾ എഴുതുന്നത് അത് നോക്കേണ്ട ആവശ്യം വരില്ല. അവിടെ തന്നെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അവിടെ തന്നെയാണ്, എഴുതൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ഫോം പോലെ തന്നെ ചോദ്യം തരും. ആ ചോദ്യം അതിലേക്ക് ലിങ്ക് ചൂസ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഡെയിലി. ഓക്കെ, എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ 1:30 ആയിരിക്കും ക്ലാസ്. മറക്കണ്ട, നാളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. ഓക്കെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞൊന്ന് ഒരു മുൻജാമ്യം ഒന്ന് എടുത്ത് വെച്ചോട്ടെ. ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞ കാര്യമൊക്കെ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? വ്യക്തമായോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അപ്പൊ സോ ഐ തിങ്ക് നിങ്ങൾ കുറച്ച് നല്ല കുട്ടികളാണ് തോന്നുന്നത്. ഇച്ചിരി ഒരു കാര്യം എന്റെ തന്നെ ഒരു പറയുമ്പോ ഞാൻ തന്നെ പറയാം, നിങ്ങൾ പറയുന്നില്ലായെങ്കിലും പക്ഷെ അതൊരു മുൻജാമ്യമാണെന്ന് വിചാരിക്കുക. ഒരു വേ ഓഫ് ടോക്കിംഗ് എന്ന് വെച്ചാൽ എന്റെ ഒരു സംസാര രീതി എന്ന് പറയുന്നത് ഇച്ചിരി സ്പീഡാണ് തോന്നിയത്. ഞാൻ പറഞ്ഞപ്പോ തോന്നിയെന്ന് പറയുന്നത് സ്പീഡാണ് സംസാരിക്കുന്ന രീതി. അതെന്റെ ഒരു സംസാരിക്കുന്നതിന്റെ ഒരു നേച്ചർ അതാണ്. തൃശ്ശൂരല്ല എന്റെ വീട്, പക്ഷെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ കൂടുതൽ പഠിച്ചതൊക്കെ. PG വരെയൊക്കെ പഠിച്ചതൊക്കെ അവിടെയാണ്, അതുകൊണ്ടായിരിക്കാം അറിയില്ല. പക്ഷെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് തൃശ്ശൂരല്ല പഠിച്ചത്, അല്ല നാട് സ്വന്തം വീട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. പക്ഷെ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരിക്കുന്ന സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അപ്പൊ സ്പീഡ് ഇച്ചിരി കൂടുതലാണ്. നിങ്ങളെ പോലെയുള്ള കുട്ടികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും പറയുന്നതൊക്കെ നല്ല കൃത്യമായിട്ട് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ആവർത്തിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാകുന്നതിന് കുഴപ്പമില്ല. സ്പീഡ് അതെന്റെ നേച്ചർ ആയിരുന്നു. അപ്പൊ ഞാൻ ജാമ്യം എടുത്തതാണ്. ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഭാഗം നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ പക്ഷെ ഇതിപ്പോ നമുക്ക് അങ്ങനെ പറയേണ്ട 2 പ്രാവശ്യം ആവർത്തിക്കേണ്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാവശ്യമായിട്ട് കാര്യം പറഞ്ഞിരുന്നത്. പക്ഷെ ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക് 2-3 പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. അതെന്തായാലും
ലൈക്ക് ദാറ്റ് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. നിങ്ങൾക്ക് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ശരിക്കും കാണാം. അന്നേരം നമുക്ക് ഒന്ന് പരിചയപ്പെടാനൊന്നും നിന്നില്ല. പരിചയപ്പെടാൻ നിന്നാൽ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് പറഞ്ഞ സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, നമ്മളുടെ 11:30 മണിക്കായിരുന്നു ക്ലാസ്. 1 അവറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇവിടെ അടുത്തൊക്കെ ഈ ചുറ്റുവട്ടത്ത് അടുത്തുള്ളവര് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ്സിലാണ് മ്യൂട്ട് മാറ്റുക. നിങ്ങൾക്ക് വേറെ കാര്യത്തിൽ സംശയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒന്നും ചോദിക്കാൻ. ഈ അടുത്ത് ചുറ്റുവട്ടത്ത് നമ്മളുടെ ഈ നോർത്ത് പറവൂരിന്റെ അടുത്ത ഭാഗത്തൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഈ ജോയിൻ ചെയ്തിരിക്കുന്നവരില്? ഏറ്റവും നിയറസ്റ്റ് പ്ലേസിലുള്ള ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. എവിടേക്ക് ഉള്ളവരാണ് നിങ്ങൾ? നിങ്ങൾക്ക് ഈ മ്യൂട്ട് മാറ്റി കഴിയുമ്പോൾ സംസാരിക്കാട്ടോ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാനാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് സംസാരിച്ചൊക്കെ അങ്ങോട്ട് മുന്നോട്ട് ക്ലാസ്സുകൾ പോകണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു. അപ്പൊ അല്ല, ഇതൊരു ബോറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മാത്രം 1 അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ ഇത് നമ്മൾ ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോ ക്ലാസ്സുകള് അത്ര അധികം പെട്ടെന്ന് നീങ്ങില്ല. പിന്നെ ഈ ഡിസ്റ്റർബൻസിന്റെ പ്രശ്നങ്ങൾ കുട്ടികളിൽ നിന്ന് വന്നവര് ഒരു ഇത് മാനിച്ചിട്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്തേക്കണേ കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുത്തേക്കണേ. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ടീച്ചേഴ്സ് എന്തെങ്കിലും ചോദിക്കുമ്പോ നിങ്ങൾക്ക് മറുപടി പറയാം. ഓക്കെ, ടീച്ചേഴ്സ് പിന്നെ അങ്ങനെ അധികം ചോദിക്കാനാണ് ഞാനായിരിക്കുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ നമുക്കൊന്ന് മറുപടി പറയാം. ഓക്കെ, അപ്പൊ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഡിസ്ട്രിക്ട് എറണാകുളം തന്നെയാണോ? പ്രോപ്പർ എറണാകുളം അങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പൊ നമ്മുടെ നോർത്ത് പറവൂർ അടുത്തുള്ള ആരും തന്നെയില്ല. തൃശ്ശൂരുള്ള ആളുകളുണ്ട്. തൃശ്ശൂർ എവിടെയാ? പ്രോപ്പർ എറണാകുളം അല്ല. ഓക്കെ, ഇടുക്കി, തൊടുപുഴ, ഓക്കെ ഓക്കെ, ഇവിടെയൊക്കെ ഉള്ളവരാണ്. അപ്പൊ നമുക്ക് വഴിയെ കുറച്ച് പേരെയൊക്കെ കുറച്ചൊക്കെ പരിചയപ്പെടാം. ഇതിപ്പോ ഇന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പേര് വരും. ക്ലാസ് റെഗുലർ ക്ലാസ് ആകുമ്പോൾ ഒബ്വിയസ്ലി കുറയും. കാരണം കുറെ പേർക്ക് ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മാനിച്ചിട്ടാണല്ലോ, അങ്ങനെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കോഴ്സിന് ചേർന്നേക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സിൽ കാണാം. നാളെ എന്റെ ക്ലാസ് തന്നെയാണെന്നാണ് തോന്നണേ. സോ ഫസ്റ്റ് ക്ലാസ് നമുക്ക് നാളെയാണ് തുടങ്ങുക. 1:30 എല്ലാവരും ജോയിൻ ചെയ്യും. ഓക്കെ, ഹാപ്പി ആണോ? ഹാപ്പി ആയോ നിങ്ങൾ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടിട്ട് കുറെ ചിലപ്പോ പൈസയൊക്കെ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അടച്ചു. ചിലപ്പോ ഇത്രയും എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ചെറിയ എമൗണ്ടിന് ഇവിടെ സ്പോൺസർ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്തു? മറ്റു സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോ ഈ പൈസയൊന്നും അല്ലല്ലോ. 40 രൂപയൊക്കെ കൊടുത്തിട്ടാണ് അവരൊക്കെ ഈ പറയുന്ന കോഴ്സ് ചെയ്തതെന്ന് ഞങ്ങൾ പലരെയും കേട്ടു, കണ്ടു, അറിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഇത്രയും രൂപയ്ക്ക് കൊടുക്കുന്നു എന്നൊക്കെയുള്ള സംശയവും, ആ സംശയത്തിന്റെ ഒപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഉള്ളതാണോ ഫേക്ക് ആണോ എന്നൊക്കെ വിചാരിച്ച് ജോയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ഐ തിങ്ക് ഈ ഒരു ക്ലാസ്സോടുകൂടി അത്തരം ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സോടുകൂടി ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആക്കി. ഓക്കെ, ഓക്കെ ആണല്ലോ? സോ താങ്ക് യു ഓൾ. ലെറ്റ്സ് വൈൻഡ് അപ്പ് നൗ. സീ യു. ബൈ. താങ്ക് യു. Okay, thank you.